നമസ്കാരം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 12 പരിപാടികളുടെ എങ്ങനെയാണ് എവിടെയാണ് പരിപാടി? ഗുരുവായൂർ വെച്ചിട്ട്. എന്നാണ് പരിപാടി? ഒക്ടോബർ 12 ഷഷ്ഠി ദിവസം. വെന്യൂ എവിടെയാണ്? രാജ്യവത്സവം ഓഡിറ്റോറിയം. സമയം കാലത്ത് 6 മണി. ആദ്യത്തെ ബാച്ച്. ആ ബാച്ചിലാണ് നമ്മൾ എഴുത്തിനെഴുത്തിൽ ചടങ്ങ് നടത്തുന്നത്. പിന്നെ രണ്ടാമത്തെ ബാച്ച് 9 മണി. പിന്നെ അപ്പോൾ ഏകദേശം 2000 പേരാണ് ഉൾക്കൊള്ളുക. പിന്നെ അതിനും കൂടുതൽ രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് അതായത് ഒരു 12 മണിക്ക് മൂന്നാമത്തെ ബാച്ചും കൂടി ആഡ് ചെയ്യാം. ഞാൻ വിട്ടുപോയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഞാൻ ഒരാളുടെ പേര് വിട്ടു, രാമാനന്ദ്. അദ്ദേഹം സ്നേഹപൂർവ്വം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടാവും. അതിനുശേഷം വേറൊരു കാര്യം വിട്ടുപോയി. ഗർഭിണികളായ സ്ത്രീകൾ, അവരെയും കൂടി നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. ഞാൻ ABC-യുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് നമ്മുടെ വീഡിയോയിൽ പറയാൻ മറന്നു. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക്, അതായത് ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് മുരുകൻ്റെ അനുഗ്രഹവും എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആഗ്രഹം, അവർക്കത് കിട്ടട്ടെ, ഭഗവാന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ, ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് അവരും തീരട്ടെ എന്ന ആഗ്രഹം കൊണ്ട് ഗർഭിണിയായുള്ള സ്ത്രീകളെയും കൂടി നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്കും ടൈം സ്ലോട്ട് 6 മണിക്കാണ്. അവർക്ക് അപ്പോൾ ഈ മുരുക പൂജയിലും എഴുത്തിരുത്തൽ ചടങ്ങിലും അതിനുശേഷം നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും പങ്കെടുക്കാം. കണക്റ്റിംഗ് ടു സ്കന്ദലോഹ, ആ മെഡിറ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് പറ്റില്ല എന്ന്. അതേപോലെ ഗർഭിണികളായ സ്ത്രീകൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിലും പങ്കെടുക്കാം. അവർ ബുക്ക് ചെയ്യേണ്ടത് 9 മണിയുടെ പരിപാടിക്കല്ല, അവർ ബുക്ക് ചെയ്യേണ്ടത് 6 മണിയുടെ പരിപാടിക്കാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവർ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ പ്രോഗ്രാം ഗംഭീരമായിട്ട് ഭഗവാൻ സാധിച്ച് നമ്മുടെ പ്രോഗ്രാം നടത്തണം. നമ്മൾ ഒരുമിച്ചാണ് അത് നടത്തുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ എപ്പോഴും നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അത്ഭുതത്തോട് കൂടിയിട്ടാണ് എല്ലാ മാർക്കറ്റിലെ പ്രോഗ്രാമിനെ കാണുന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഞാൻ പറഞ്ഞു, നമ്മുടെ LMRK എഫക്റ്റ് എന്ന് പറഞ്ഞ ഓരോ സംഭവങ്ങൾ നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുമ്പോഴും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും ആ ഒരു വാക്കെന്ന രൂപപ്പെട്ടു, LMRK എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ LMRKയുടെ പരിപാടിക്ക് വരുന്ന ആൾക്കാർ അത്ഭുതത്തോടുകൂടി നോക്കിക്കാറുണ്ട്. നമ്മുടെ അച്ചടക്കം, നമ്മുടെ കോർഡിനേഷൻ, ഒരു എന്താ പറയുക, ഒരു യന്ത്രം പോലെ ചലിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുക. അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ഗാംഭീര്യം ഒക്കെ, പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വലിപ്പം, അതും എല്ലാവരും പറയാറുണ്ട്. ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഈ പ്രോഗ്രാമിൻ്റെ വലിപ്പം അത്ര ഗംഭീരമായിട്ട് നമുക്ക് ഒരുപാട് ചിലവുകൾ വരുന്നതാണ്. അതെങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ്. ഞാൻ LMRKയുടെ മെമ്പർമാരോടാണ് പറയുന്നത്, പുറത്തുള്ള ആൾക്കാരോട് പറയാനുള്ള അവകാശം എനിക്കില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും LMRK മെമ്പർമാർ നമ്മുടെ ഈ പ്രോഗ്രാമിന് അവരെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ആ സഹായങ്ങളും ഈ പരിപാടിക്കും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. LMRKയുടെ പുറത്തുള്ള ആൾക്കാരോട് അല്ല ഞാൻ സംസാരിക്കുന്നത് എൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി LMRKയിൽ വന്ന് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരോടാണ്, എൻ്റെ സ്വന്തം ആൾക്കാരോടാണ്. നിങ്ങളെപ്പോഴും കണ്ടറിഞ്ഞിട്ട്, അതായത് നമ്മളൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും വരാറില്ല, കണ്ടറിഞ്ഞ് സഹായിക്കാറുണ്ട്. അതിൻ്റെ ആ ബലത്തിലാണ് നമ്മുടെ പ്രോഗ്രാം വലിയ വലിപ്പത്തിൽ നമ്മൾ നടത്താൻ പറ്റാറ്. അപ്പോൾ അത്തരം സഹായ സഹകരണങ്ങൾ ഈ പ്രോഗ്രാമിനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ മുരുകത്തിൽ ഓരോ കല്ലുകൾ എടുത്തു വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളും ഞാനും കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും എന്നറിയാം, ചെയ്തിട്ടുമുണ്ട്. എന്നാലും അത് പറയേണ്ട ഒരു ചുമതല ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നു. അപ്പോൾ ഒക്ടോബർ 12 പരിപാടിക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക. നമ്മൾ ഒരുമിച്ച് ആ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ ഈ രജിസ്ട്രേഷൻ നമ്മൾ ഈ ആഴ്ച തുടങ്ങുകയാണ്. രജിസ്ട്രേഷൻ ഫോം തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഏത് സ്ലോട്ടിലാണ് ആ രജിസ്ട്രേഷൻ ഫോം സ്ലോട്ടിൽ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു മെയിൽ ID കൊടുക്കുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആ മെയിൽ IDയിലേക്ക് QR കോഡ് വരും. ആ QR കോഡ് നിങ്ങളുടെ ഏത് ഫോൺ നമ്പർ കൊടുക്കണം. നിങ്ങളുടെ മെയിൽ IDയിലേക്കാണ് QR കോഡ് വരിക. ആ QR കോഡ് നിങ്ങൾ അവിടെ വന്നിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം അവർക്ക് നോക്കി അറിയാൻ പറ്റും. ആ ഫോൺ നമ്പർ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ടൈമിൻ്റെ കൂപ്പൺ നിങ്ങൾക്ക് തരും. ഫുഡ് കൂപ്പണും തരും, ഹോളിലേക്കുള്ള എൻട്രി കൂപ്പണും തരും. അത് 6 മണിയാണ് 6 മണി, 9 മണിയാണ് 9 മണി, ഇനി 12 മണിക്ക് നടത്തുകയാണെങ്കിൽ 12 മണിൻ്റെ.
അങ്ങനെ ആ കൂപ്പൺ തരും. നിങ്ങൾക്ക് ആ കൂപ്പൺ വെച്ച് കളക്ട് ചെയ്തിട്ട് ഹോളിലേക്ക് കയറാം. അത് പരിപാടിയിൽ പങ്കെടുക്കാം. ഫുഡ് കഴിക്കണം, അവിടെ ഫുഡ് കൂപ്പൺ കൊടുത്തിട്ട് ഫുഡ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ തയ്യാറായിട്ട് വരിക, ഭംഗിയായിട്ട് വരിക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ട സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ള ഒരു എന്താ പറയുക, ആ സ്നേഹത്തോടുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഭഗവാന്റെ ഡ്യൂട്ടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഭഗവാന്റെ എന്താ പറയുക, നമുക്ക് എല്ലാമാർക്കുള്ള ഒരു ദൗത്യങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് ഫോഴ്സ് ടീം അങ്ങനെ സ്ട്രോങ് ആയിട്ട് അവരുടെ സഹായങ്ങളും നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അവരും ഉണ്ടാവും അവിടെ നിങ്ങളെ സഹായിക്കാൻ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാമാർക്കും അതിഗംഭീരമായൊരു പ്രോഗ്രാമായിട്ട് മാറ്റാം. അത് നമുക്ക് ഈ പ്രാവശ്യം അറിയാലോ, എഴുത്തിനിട്ട് ചടങ്ങുണ്ട്, ലഹരിക്കെതിരെയുള്ള ഒരു എനർജി പാസിംഗ് ഉണ്ട്, ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ട്, മുരുക പൂജയുണ്ട്. പിന്നെ ഇത്തവണ സർപ്രൈസ് ആയിട്ട് സ്പെഷ്യൽ മുരുകന്ന് കിട്ടിയ കണക്റ്റിംഗ് ടു സ്കന്ദലോക എന്ന മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ എല്ലാവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു. രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് ഒക്ടോബർ 12 കണ്ടുമുട്ടാം. പിന്നെ വിദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലൈവ് പ്രോഗ്രാം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ മാക്സിമം അതിന് ശ്രമിക്കാം. പിന്നെ കണക്റ്റഡ് സ്കന്ദലോക ഒരു മന്ത് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ. നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാം. ഒക്ടോബർ 12 ഷഷ്ടി ദിവസം ഞായറാഴ്ച, രാജവത്സവ ഓഡിറ്റോറിയം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഒരുപാട് സന്തോഷം. നമസ്കാരം. ഓം ശരവണഭവായ നമഃ. ജയ് പഴനിയാണ്ടവ. ജയ് ഭാരത്.